ഒരു സാധാരണ ഹൊറർ മൂവി എന്നതിലപ്പുറം ഇത് റിയാലിറ്റി തന്നെ സ്ലോലി ബ്രേക്ക് ആകുന്ന ഒരു നൈറ്റ്മെയർ ആണ്. പടം തുടങ്ങുന്നത് 1990 ഒരു ജൂൺ മാസം. അസിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന റിസർച്ചർ നരയൻ വോൺ ഒരു മിഷനിൽ പോകുന്നു. പക്ഷേ അവൻ പെട്ടെന്ന് തൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വേർപെടുന്നു. അവൻ എത്തുന്നത് മനുഷ്യർ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തിലേക്ക്, ബാക്ക് റൂംസ്. മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള വാൾസ്, അവസാനമില്ലാത്ത കോറിഡോഴ്സ്, നിറംകെട്ട ലൈറ്റ്സ്, പഴകിപ്പോയ ഫർണിച്ചർ, ഒന്നും ശരിയല്ലാത്ത പക്ഷേ എല്ലാം പരിചിതമെന്ന് തോന്നുന്ന ഒരു ലോകം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു അൺസീൻ എൻറ്റിറ്റി അവനെ പിന്തുടരുന്നു. ഓടുക മാത്രം, ലക്ഷ്യം ഒന്ന് മാത്രം, ജീവിക്കുക. പിന്നീട് സീൻ കട്ടാകുന്നു. നമുക്ക് മനസ്സിലാകും ഇതെല്ലാം അസിംഗ് സയൻറ്റിസ്റ്റ് മോണിറ്ററിൽ കണ്ട റിക്കവേർഡ് ഫുട്ടേജ് ആണെന്ന്. അവിടെ നിന്ന് സ്റ്റോറി സ്ലോലി റിയൽ വേൾഡിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ലർക്ക് എന്ന ഒരു ഫെയിൽഡ് മനുഷ്യനെയാണ്. ഒരു ഫെയിൽഡ് ആർക്കിടെക്റ്റ്, ഒരു സ്ട്രഗ്ലിംഗ് ഫർണിച്ചർ സ്റ്റോർ ഓണർ, ഒരു ബ്രോക്കൺ മാരേജ്, അകത്ത് നിറഞ്ഞ ആൽക്കഹോളിസം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണ മനുഷ്യൻ, പക്ഷേ ഉള്ളിൽ മുഴുവൻ തകർന്ന ഒരാൾ. ക്ലർക്കിൻ്റെ ജീവിതത്തിൽ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട്, മേരി ക്ലൈൻ. മേരിക്കും സ്വന്തം പാസ്റ്റിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. തൻ്റെ ചൈൽഡ്ഹുഡ് ഹോം ഡെമോളിഷൻ, അഗോറോഫോബിക്കായ മദറിനെ ഇൻസ്റ്റിറ്റ്യൂഷനിലാക്കേണ്ടി വന്ന ഗിൽട്ട്. അവൾക്കും പെയിൻ ഒരു ക്വയറ്റ് സ്റ്റോം പോലെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്നു. ഭാര്യ അവനെ വിട്ടുപോയത് കാരണം ക്ലർക്ക് ഇപ്പോൾ രാത്രി സ്റ്റോറിലാണ് ഉറങ്ങുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഓൾറെഡി എല്ലാം കൊലാപ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു രാത്രി ബേസ്മെൻറ്റിലേക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ലർക്ക് യാദൃശ്ചികമായി വാളിൽ ഒരു ഗ്ലോയിങ് സ്ലിറ്റ് കാണുന്നു. അവൻ ക്യൂരിയോസിറ്റി, ഫിയർ, അവ രണ്ടും ചേർന്നൊരു നിമിഷം. ക്ലർക്ക് അതിനടുത്തേക്ക് പോകുന്നു. പെട്ടെന്ന് അവൻ താഴേക്ക് വീഴുന്നു. അവൻ എത്തുന്നത് ബാക്ക് റൂംസിലേക്ക്. അവിടെ കണ്ട ലോകം സ്വപ്നമല്ല, പക്ഷേ സ്വപ്നത്തെക്കാൾ ഭയാനകം. അവിടെ ഓരോ കോറിഡോറും ഒരുപോലെ തോന്നും, എന്നാൽ ഓരോ കാൽവയ്പും കൂടുതൽ തെറ്റായിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ക്ലർക്ക് അവിടെ നരേൻ്റെ ബിലോങ്ങിങ്സ് കാണുന്നു. ഇതിലൂടെ അവൻ മനസ്സിലാക്കുന്നു ഇതൊരു മനുഷ്യന് മാത്രം വിഴുങ്ങിയ സ്ഥലമല്ല, ഇത് പലരെയും ഒരുപോലെ മായ്ച്ചു കളഞ്ഞ ഒരു അബേസാണ്. എൻറ്റിറ്റി വീണ്ടും വരുന്നു. ക്ലർക്ക് ബെയർലി രക്ഷപ്പെടുന്നു. പക്ഷേ ആ നിമിഷം മുതൽ അവൻ പഴയ മനുഷ്യനല്ല. ബാക്ക് റൂംസ് അവനെ അകത്തു നിന്ന് തന്നെ മാറ്റി തുടങ്ങിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്ലർക്ക് മേരിയോട് ഈ ഇമ്പോസിബിൾ സ്റ്റോറി പറയുന്നു. പക്ഷേ ആരും ഇത്തരം കഥകൾ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ മേരി പോലും സംശയത്തോടെ മാത്രം കേൾക്കുന്നു. മേരി തൻ്റെ കഥ വിശ്വസിച്ചില്ല എന്ന് മനസ്സിലാക്കുന്ന ക്ലർക്ക് താൻ പോയി പ്രൂഫുമായി വരാമെന്ന് പറയുന്നു. അങ്ങനെ ക്ലർക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. തൻ്റെ അസിസ്റ്റന്റ് മാനേജറായ കാറ്റ്, അവളുടെ ബോയ് ഫ്രണ്ട് ബോബി, ഇവരെ കൂട്ടി ബാക്ക് റൂംസ് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. ഒരു പ്രൂഫ്, ഒരു റെസ്ക്യൂ ഫോർ ഹിസ് ഓൺ സാനിറ്റി. മേ ബി, ജസ്റ്റ് മേ ബി, ഇതെല്ലാം റിയൽ ആണെന്ന് ലോകത്തിന് തെളിയിക്കാൻ. പക്ഷെ ബാക്ക് റൂംസ് തെളിവ് കാണിക്കാൻ പോകുന്ന സ്ഥലമല്ല, അത് ജീവനെ തന്നെ തിന്നുകളയുന്ന സ്ഥലമാണ്. അവിടെ ഒരു സ്റ്റീപ്പ് കോറിഡോറിൽ വെച്ച് ബോബിയെ എൻറ്റിറ്റി അറ്റാക്ക് ചെയ്യുന്നു. ഒരു സ്ക്രീം, ഒരു പോസ്, പിന്നെ സൈലൻസ്. കഥയുടെ ടോൺ അവിടെ തന്നെ ഇരുണ്ടു തുടങ്ങുന്നു. ക്ലർക്കും കാറ്റും വേർപെടുന്നു. ക്ലർക്ക് ഓടുന്നു, പക്ഷേ അവൻ പോകുന്ന ഓരോ സ്ഥലവും കൂടുതൽ അൺനാച്ചുറൽ ആകുന്നു. ദിശയില്ലാത്ത കോറിഡോർസ്, ബ്രോക്കൺ സ്പേസസ്, ഹ്യൂമനോയിഡ് എൻറ്റിറ്റീസ്. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഡെഡ് എൻഡ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ക്ലർക്കിന് കേറ്റിൻ്റെ വോയിസ് കേൾക്കാം. ക്യാമറ താഴെയിടുന്നു. ഒരു ലാസ്റ്റ് ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്. പിന്നെ കേൾക്കുന്നത് ഒരു സ്ക്രീമാണ്, ലുക്ക് ബിഹൈൻഡ് യു. പിന്നീട് മേരിക്ക് ക്ലർക്കിൻ്റെ ആൻസറിങ് മെഷീൻ മെസ്സേജ് വരുന്നു. അവൻ പറയുന്നു ഇനി അവൻ ബാക്ക് റൂംസിൽ തന്നെ സ്റ്റേ ചെയ്യും, തിരികെ വരില്ല. അത് കേൾക്കുമ്പോൾ മേരിക്ക് ബോധ്യമായി തുടങ്ങുന്നു ക്ലർക്ക് പറയുന്നത് വെറും ഒരു ഡെല്യൂഷൻ ആയിരുന്നില്ല എന്ന്. അതേസമയം അസിംഗ് സയൻറ്റിസ്റ്റ് ഫിൽ ടി വിയിൽ ക്ലർക്കിനെ ഫർണിച്ചർ സ്റ്റോറിൽ കൊമേഴ്സിൽ തിരിച്ചറിയുന്നു. അതായത് ബാക്ക് റൂംസും റിയൽ വേൾഡും തമ്മിലുള്ള ബൗണ്ടറി ഓൾറെഡി ക്രാക്ക് ആക്കിയിട്ടുണ്ട്. മേരി സ്റ്റോറിലേക്ക് പോകുന്നു. അവൾ ബാക്ക് റൂംസിലേക്ക് കടക്കുന്നു. അവിടെ അവൾ കാണുന്നത് ക്ലർക്കിനെ. പക്ഷേ അത് മുൻപത്തെ ക്ലർക്കല്ല. മനുഷ്യൻ്റെ രൂപമുണ്ടെങ്കിലും മനസ്സിൻ്റെ ലൈറ്റ് മുഴുവൻ മങ്ങിപ്പോയ ഒരു ക്ലർക്ക്. അവൻ്റെ ചുറ്റും നൈറ്റ്മെയറുകളുടെ മ്യൂറൽസ്, എൻറ്റിറ്റിയുടെ രൂപങ്ങൾ, ബ്രോക്കൺ റിയാലിറ്റിയുടെ സൈൻസ്. മേരിയെ അവൻ അൺകോൺഷ്യസ് ആക്കുന്നു. പിന്നെ അവൾ ഉണരുന്നത് ഒരു ഡൈനിങ് റൂം പോലെയുള്ള സ്പേസിലാണ്. അവിടെ ക്ലർക്കുണ്ട്. മറ്റു 3 ഗ്രൊറ്റെസ്ക് മനുഷ്യ കോപ്പീസ് ഉണ്ട്. ഒന്ന് ഭാര്യയെ പോലെ, ഒന്നും പറയാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് മനുഷ്യൻ്റെ രൂപത്തിൽ നിന്ന് വളരെ അകലെ പോയ ഒരു നൈറ്റ്മെയർ. ക്ലർക്ക് മേരിയോട് തെറാപ്പി സെഷൻ തുടരാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ മേരി അവൻ്റെ മുഖത്ത് നേരെ ട്രൂത്ത് പറയുന്നു. തൻ്റെ ഫെയിലിയേഴ്സിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ക്ലർക്ക് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ്റെ ലൈഫ്, മാരേജ്, ഐഡൻറ്റിറ്റി എല്ലാം വീണു പോയത്. പിന്നെ സംഭവിക്കുന്നത് സിനിമയുടെ ഏറ്റവും ടെറിഫയിങ് ടേൺ ആണ്. സ്റ്റോറിൻ്റെ പൈററ്റ് മസ്കറ്റായ ക്യാപ്റ്റൻ ക്ലർക്ക് ഒരു വലിയ ഡിസ്റ്റോർട്ടഡ് മോൺസ്റ്ററായി തിരിച്ചു വരുന്നു. അത് വെറും ക്രീച്ചറല്ല, അത് ക്ലർക്കിൻ്റെ ബ്രോക്കൺ ഐഡൻറ്റിറ്റിയുടെ വാപ്ഡ് മിറർ പോലെയാണ്. ക്ലർക്ക് അതിനെ കാം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ബാക്ക് റൂംസിൽ കാം എന്നത് ഒരു ഇല്യൂഷൻ മാത്രമാണ്. മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. അവിടെ ക്ലർക്ക് മരിക്കുന്നതിലൂടെ മൂവിയുടെ ഒരു വലിയൊരു പോയിന്റ് പറയുന്നു. ബാക്ക് റൂംസ് ചിലപ്പോൾ ഒരു സ്ഥലമല്ല,
അത് മനുഷ്യൻ്റെ ഉള്ളിലെ ഫ്രാക്ചർ പുറത്തേക്ക് കൊണ്ടുവരുന്ന മെഷീനാണ്. പിന്നെ മേരി ഓടുന്നു. കാവോസ്, കൊലാപ്സിങ് സ്പേസസ്, ഡിസ്റ്റോർട്ടഡ് കോറിഡോഴ്സ്. അവസാനം അവൾ ചൈൽഡ്ഹുഡ് ഹോമിൽ നിന്നുള്ള കോൺക്രീറ്റ് പീസ് കൊണ്ട് മോൺസ്റ്ററിനെ അടിക്കുന്നു. അത് വളരെ സിംബോളിക്കാണ്, കാരണം അവളുടെ ട്രോമ തന്നെ അവളുടെ രക്ഷയാവുന്നു. അതിനുശേഷം അസിങ്ക് റീസെർച്ചേഴ്സ് അവളെ പിടിച്ച് അവരുടെ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഫിൽ അവളോട് പറയുന്നു, അസിങ്ക് ആദ്യം MRI മെഷീൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. പിന്നീടാണ് അവർ ബാക്ക് റൂംസ് കണ്ടെത്തുന്നത്. ഇപ്പോൾ അവരുടെ ഹോൾ റിസർച്ച് അതിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. മേരി എങ്ങനെയാണ് ബാക്ക് റൂംസിൽ എത്തിയതെന്നും അവിടെ വെച്ച് ബാക്ക് റൂംസിനെ കുറിച്ച് കൂടുതൽ എന്താണ് മനസ്സിലാക്കിയതെന്നും ശ്രമിക്കാൻ ഫിൽ അവളോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. എന്നാൽ ക്ലർക്ക് അവളോട് പറഞ്ഞത് തന്നെ അവൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് റിയാലിറ്റിയുടെ ഫോൾട്ടി കോപ്പി പോലെയുള്ള ഒരു പ്ലേസ് ആണെന്ന്, ഒരേ സമയം ഫെമിലിയറും റോങ്ങുമായ ഒരു ലോകം. അവസാനം നമ്മൾ കാണുന്നത് ഒരു ഹോണ്ടിങ് ട്രൂത്താണ്. ബാക്ക് റൂംസ് ആളുകളുടെ മെമ്മറീസ് കൊണ്ട് സ്പേസസ് ഉണ്ടാക്കുന്നു. ട്രോമ കൊണ്ട് വാൾസ് രൂപപ്പെടുന്നു. ഗിൽട്ട് കൊണ്ട് കോറിഡേഴ്സ് വളയുന്നു. അവസാനം ഫ്രാക്ചേർഡ് മേരിയുടെ കോപ്പി പോലും അവിടെ സൈലൻ്റ് ആയിരിക്കുന്നു. അവിടെ കഥ അവസാനിക്കുന്നില്ല. അത് അവസാനിക്കുന്നത് പോലെ തോന്നി വീണ്ടും നീളുന്നു. ബാക്ക് റൂംസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എ പ്ലേസ് യു ഗെറ്റ് ലോസ്റ്റ് ഇൻ, ഇറ്റ്സ് അബൌട്ട് എ മൈൻഡ് ദാറ്റ് നെവർ കംസ് ബാക്ക് ദ സെയിം. അങ്ങനെ നോക്കുമ്പോൾ ബാക്ക് റൂംസ് മൂവി ഒരു സിമ്പിൾ ഹോണ്ടഡ് സ്പേസ് ഹൊറർ അല്ല. ഇത് മനുഷ്യൻ്റെ ഉള്ളിലെ ബ്രോക്കൺ പീസസ് പുറത്തേക്കെടുക്കുന്ന ഒരു നൈറ്റ് മെയർ ലോകമായി മാറ്റുന്ന കഥയാണ്. ക്ലർക്കിൻ്റെ ഫോൾ, മേരിയുടെ ട്രോമ, പൈലറ്റ് ക്ലർക്കിൻ്റെ ട്വിസ്റ്റഡ് ഫോം, ഇവയെല്ലാം ചേർന്ന് മൂവി പറയുന്ന ഒന്നാണ്. നമ്മൾ നേരിടാത്ത പെയിൻ ഒരിടവേളയിൽ നമ്മളെ തന്നെ വേട്ടയാടും. അതുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത് മിയർലി ഫിയറിലല്ല, ഒരു അൺസെറ്റ്ലിംഗ് ഫീലിങ്ങിലാണ്. ഇതെല്ലാം തീർന്നോ അതോ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നൊരു ഡൗട്ടോടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത സിനിമ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ സേഫ് ആൻഡ് ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ ബാക്ക് റൂംസ്.